ശില്പിയുടെ 2 പാറക്കല്ലുകൾ. പണ്ട് മലടിവാരത്തിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ പ്രശസ്തനായ ഒരു ശില്പി ജീവിച്ചിരുന്നു. കല്ലുകളിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ കൊത്തിയെടുക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു കഴിവുണ്ടായിരുന്നു. ഒരിക്കൽ ഗ്രാമത്തിലെ പുതിയ ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായ ഒരു വിഗ്രഹം നിർമ്മിക്കാനുള്ള ചുമതല ഗ്രാമത്തലവൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. നല്ലൊരു ശില്പം കൊത്തിയെടുക്കാൻ പറ്റിയ കല്ല് തേടി ശില്പി അടുത്തുള്ള കാട്ടിലേക്ക് യാത്ര തിരിച്ചു. കാട്ടിലൂടെ കുറെ നടന്നപ്പോൾ ഒരു അരുവിയുടെ തീരത്ത് വലിപ്പമുള്ള, ഭംഗിയുള്ള 2 പാറക്കല്ലുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വിഗ്രഹം നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായ കല്ലുകളായിരുന്നു അവ രണ്ടും. ശില്പി ഏറെ കഷ്ടപ്പെട്ട് ആ കല്ലുകൾ രണ്ടും തന്റെ അണിയറയിലേക്ക് എത്തിച്ചു. ഒന്നാമത്തെ പാറക്കല്ല്. അടുത്ത ദിവസം രാവിലെ തന്നെ ശില്പി തന്റെ ഉളിയും ചുറ്റികയുമെടുത്ത് ഒന്നാമത്തെ പാറക്കല്ലിനരികിലേക്ക് ചെന്നു. അദ്ദേഹം ആദ്യത്തെ കല്ല് ചെത്താനായി ഉളി വെച്ച് ചുറ്റിക കൊണ്ട് ഒരു അടി കൊടുത്തു. പെട്ടെന്ന് ആ പാറക്കല്ലിൽ നിന്നും ഒരു വിലാപമുയർന്നു. അയ്യോ, എന്നെ ഉപദ്രവിക്കല്ലേ, എനിക്ക് ഈ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ആ ഉളിയുടെ കൂർത്ത മുന എന്റെ നെഞ്ചിൽ തുളച്ചുകയറുകയാണ്. ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ തല്ലിപ്പൊട്ടിക്കരുത്. എന്നെ ഈ അവസ്ഥയിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കൂ. കല്ലിന്റെ വേദന നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ശില്പിക്ക് പാവം തോന്നി. ദയാലുവായ അദ്ദേഹം ആ കല്ലിൽ ശില്പം കൊത്തുന്നത് നിർത്തിവെച്ചു. അതിനെ അണിയറയുടെ ഒരു മൂലയിലേക്ക് മാറ്റിയിട്ടു. രണ്ടാമത്തെ പാറക്കല്ല്. തുടർന്ന് ശില്പി രണ്ടാമത്തെ പാറക്കല്ലിന് അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് അതിൽ അടിക്കാൻ തുടങ്ങി. ഈ കല്ലിനും നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഓരോ അടി വീഴുമ്പോഴും അതിന്റെ ഉള്ളം തകരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പാറക്കല്ല് മനസ്സിൽ ഉറപ്പിച്ചു, ഇപ്പോൾ ഞാൻ ഈ വേദന സഹിച്ചാൽ നാളെ എനിക്ക് മനോഹരമായ ഒരു രൂപം കൈവരും. അതുകൊണ്ട് ആ കല്ല് ഒരക്ഷരം പോലും മിണ്ടാതെ വേദനകളെല്ലാം കടിച്ചുപിടിച്ച് ശാന്തമായി കിടന്നു. ദിവസങ്ങളോളം ശില്പിയുടെ ഉളിയേറ്റ് വാങ്ങിയ ആ പാറക്കല്ല് ഒടുവിൽ ഗ്രാമവാസികൾ ആഗ്രഹിച്ചതുപോലെ അതിമനോഹരമായ ഒരു ദേവവിഗ്രഹമായി മാറി. അതിന്റെ ഭംഗി കണ്ട് ശില്പിക്ക് പോലും അതിശയം തോന്നി. ക്ഷേത്രപ്രതിഷ്ഠയുടെ ദിവസം. ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായ ദിവസം ഗ്രാമവാസികൾ വിഗ്രഹം കൊണ്ടുപോകാനായി ശില്പിയുടെ അരികിലെത്തി. മനോഹരമായ ആ വിഗ്രഹം കണ്ട് അവർ ശില്പിയെ ഏറെ പ്രശംസിച്ചു. വിഗ്രഹം വണ്ടിയിലേക്ക് എടുത്തു വെച്ച ശേഷം ഗ്രാമത്തലവൻ അണിയറയുടെ മൂലയിൽ കിടന്നിരുന്ന ആ ഒന്നാമത്തെ പാറക്കല്ല് കണ്ടു. അദ്ദേഹം ശില്പിയോട് ചോദിച്ചു, ശില്പി, ഈ കിടക്കുന്ന കല്ല് ഞങ്ങൾ എടുത്തോട്ടെ? ക്ഷേത്രത്തിന്റെ മുന്നിൽ ഭക്തർക്ക് വലിച്ചു കയറാനും നാളികേരം, തേങ്ങ ഉടക്കാനുമായി ഇത് അവിടെ വെക്കാം. ശില്പി സമ്മതിച്ചു. അങ്ങനെ 2 കല്ലുകളും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. 2 കല്ലുകളുടെയും വിധി. രണ്ടാമത്തെ പാറക്കല്ലിൽ നിന്ന് നിർമ്മിച്ച മനോഹരമായ വിഗ്രഹം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ ആദരവോടെ പ്രതിഷ്ഠിക്കപ്പെട്ടു. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ആ വിഗ്രഹത്തിന് മുന്നിൽ കൈകൂപ്പി വണങ്ങി, പൂമാലകൾ ചാർത്തി, പാൽപ്പായസം നിവേദിച്ചു. എന്നാൽ വേദന സഹിക്കാൻ മടിച്ച് മാറിനിന്ന ഒന്നാമത്തെ പാറക്കല്ല് ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് വെയിലത്തും മഴയത്തും കിടന്നു. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരെല്ലാം തങ്ങളുടെ വഴിപാടായ തേങ്ങ മുഴുവൻ ശക്തിയുമെടുത്ത് അടിച്ചുപൊട്ടിച്ചിരുന്നത് ഈ കല്ലിന്റെ നെഞ്ചത്തായിരുന്നു. ഓരോ ദിവസവും നൂറുകണക്കിന് തേങ്ങകളാണ് അതിന്റെ പുറത്ത് വന്നടിഞ്ഞു പൊട്ടിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം രാത്രി ക്ഷേത്രനട അടച്ചതിനുശേഷം തിരുമുറ്റത്ത് കിടന്ന കല്ല് വേദനയോടെ ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹത്തോട് വിളിച്ചു ചോദിച്ചു, സുഹൃത്തേ, നമ്മൾ 2 പേരും ഒരേ കാട്ടിൽ, ഒരേ അരുവി വക്കിൽ അടുത്തടുത്ത് കിടന്ന കല്ലുകളായിരുന്നു. പക്ഷേ ഇന്ന് ആളുകൾ നിന്നെ ദൈവത്തെപ്പോലെ പൂജിക്കുന്നു, എനിക്കാണെങ്കിൽ ദിവസവും ഈ തേങ്ങയടിയുടെ വേദനയും. എന്തൊരു വിവേചനമാണിത്? അപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്നും വിഗ്രഹം പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, സഹോദര, അന്ന് ശില്പി നിന്റെ അരികിൽ വന്നപ്പോൾ നീ ആ താൽക്കാലികമായ വേദന സഹിക്കാൻ തയ്യാറായില്ല. കുറച്ചു സമയത്തെ ആ ഉളിയടികൾ നീ സഹിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്റെ സ്ഥാനത്ത് നീ ഇരിക്കുമായിരുന്നു. അന്ന് നീ വേദന ഭയന്ന് ഒളിച്ചോടിയതുകൊണ്ടാണ് ഇന്ന് നിനക്ക് ജീവിതകാലം മുഴുവൻ ഈ തേങ്ങയടിയുടെ വേദന സഹിക്കേണ്ടി വരുന്നത്. ആ വാക്കുകൾ കേട്ട ഒന്നാമത്തെ കല്ല് തന്റെ തെറ്റ് മനസ്സിലാക്കി തലതാഴ്ത്തി. ഈ കഥ നൽകുന്ന വലിയ സന്ദേശം. പ്രതിസന്ധികളും വിജയവും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. പഠിക്കുന്ന കാലത്തോ കരിയറിന്റെ തുടക്കത്തിലോ നമ്മൾ എടുക്കുന്ന കഠിനാധ്വാനവും സഹിക്കുന്ന കഷ്ടപ്പാടുകളും ഉളിയടികൾ ആണ് നമ്മളെ ഭാവിയിൽ ഒരു മികച്ച വ്യക്തിത്വമായി മാറ്റുന്നത്. താൽക്കാലിക സുഖം വേഴ്സസ് ശാശ്വത വിജയം. തുടക്കത്തിൽ മടി വിചാരിച്ച് താൽക്കാലിക സുഖങ്ങൾക്ക് പുറകെ പോയാൽ ഭാവിയിൽ ജീവിതമാകുന്ന തിരുമുറ്റത്ത് ഒരുപാട് പരാജയങ്ങളുടെ
തേങ്ങയടികൾ ഏൽക്കേണ്ടിവരും.